എനിക്കെന്തോ ആ പ്രതിമയോട് വല്ലാത്തൊരിഷ്ടം തോന്നി. പാത്രങ്ങളുടെ ആ കാടിന്റെ ഓർമ്മയ്ക്കായി അത് കയ്യിലിരിക്കട്ടെ എന്നെനിക്ക് തോന്നി. അതൊരു മോഷണമേ ആയിരുന്നില്ല. കാണിച്ചത് തെറ്റായിപ്പോയി എന്നെനിക്ക് തോന്നി. വിശ്വസിച്ച് രഹസ്യവാതിൽ വരെ കാണിച്ചു തന്ന ഗുരുവിനെയാണ് വഞ്ചിച്ചതെന്നോർത്തപ്പോ വല്ലാത്ത വിഷമമായി. എനിക്കെന്ന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് എനിക്ക് തോന്നി. സത്യത്തിൽ ക്ലാവ് പിടിച്ച ആ പാമ്പിൻ പുറ്റ് പോയത് കൊണ്ട് വ്യാപാരിക്ക് എന്തെങ്കിലും പോയി എന്നല്ല. കള്ളനായിരുന്നേലും നിഷ്ഠയുള്ള കള്ളനായിരുന്നു ഞാൻ. എന്റെ നിഷ്ഠയാ നേര് പറഞ്ഞ എന്റെ ഉയർച്ച. തെറ്റ് തെറ്റാണെന്നും ഈ തെറ്റും കൊണ്ട് നടന്നാൽ ഒരു കാലത്തും എഴുച്ച ഉണ്ടാവുകയില്ലെന്നും എനിക്ക് തോന്നി. വരുന്നത് വരട്ടെ. ഒടുവിൽ ഞാൻ അങ്ങനെ തീരുമാനിച്ചു. വ്യാപാരിയെ ചെന്ന് കാണാം, കുറ്റമേറ്റു പറഞ്ഞ് സാധനം തിരിച്ചേൽപ്പിക്കാം. ഒന്നുകിൽ അദ്ദേഹം സന്തോഷിക്കും, അതല്ല പിടിച്ച് പോലീസിൽ കൊടുക്കാൻ ആ ഭാവമെങ്കിൽ അങ്ങനെ നടക്കട്ടെ. എല്ലാം വരും പോലെ. ആരെ പവിത്രനോ? പിന്നെ എന്തൊക്കെ ഉണ്ട്? നീ ആള് കൊള്ളാമല്ലോ. അയക്ക് നോക്കട്ടെ. ഓരോ സാധനങ്ങള് എവിടുന്ന് കിട്ടുന്നു നിനക്കിതൊക്കെ? കൈമളെ കൊണ്ടുപോയെന്ന് തൂക്കി നോക്ക. മുതലാളി, എന്താ കൈമളെ? ഇരിക്കൂ പത്ര. ഇതിന് ഞാൻ എന്ത് വിലയാ തരേണ്ടത്? അപ്പോഴേ പവിത്രൻ തന്നെ ഒരു വില പറ. ന്യായം പോലെ ചെയ്താൽ മതി. എന്റെ ഒരു പാടും ദുരിതവും ഇവിടേക്കും അറിവുള്ളതാണല്ലോ. ഇപ്പൊ ഇത്രേ ഉള്ളൂ. കൊച്ചു കള്ള.
പുളുവാണോന്നാ എനിക്ക് സംശയം. ഏതോന്ന്? ആ പ്രതിമ കിട്ടിയ കഥ. നിന്നോട് പുളു പറഞ്ഞിട്ട് എനിക്ക് യാതൊരു കാര്യവുമില്ല. ഉണ്ടോ? അതില്ല. പിന്നെന്തോ സംശയം? സംശയം എന്താന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങൾ എണ്ണം മറച്ചു പിടിക്കുന്നുണ്ട്. എന്ത് കാര്യങ്ങള്? ഏതാ ഈ കട, എവിടാ ഈ ടൗണ്? മിടുക്കി, നീ എന്തിനാ ഇപ്പൊ അറിയുന്നേ? അറിയണമെന്നില്ല, എന്നാലും എന്നാലും അറിയണ്ട. ഇതുകൊണ്ടെന്ത് കാര്യം? അറിയേണ്ടത് അറിഞ്ഞില്ല. ഇനി എന്തുവാ അറിയേണ്ടത്? എവിടാ ഈ കട? ഓ, അതറിഞ്ഞിട്ടും ഇപ്പൊ വലിയ കാര്യമൊന്നുമില്ല. അത് പിന്നെ തെക്കേലും വടിക്കലും കാക്കയുടെ കഥ പറഞ്ഞ പോലെ ആവും. നിങ്ങൾ തട്ടിയും പൊക്കി കടയ്ക്കകത്ത് കയറും, ചിലപ്പോ കഷ്ടകാലത്തിന് പാമ്പ് കടിച്ച് ചാവുകയും ചെയ്യും. അതുകൊണ്ട് എന്റെ മാമച്ചായനിപ്പോ അതിനൊന്നും പോവണ്ട. അത്രയെങ്കിലും അത്രയും. ഇതെന്നാ? തുറക്കുന്നു, അടയ്ക്കുന്നു. അടയ്ക്കുന്നു. അല്ല, ഒരു ന്യൂസ് കേട്ടു. അതൊന്ന് ചോദിക്കാമെന്നും കൂടെ വിചാരിച്ചാ ഇതുവഴി വന്നത്. കൊടുക്കാൻ പോകുന്നു. എന്തോന്ന്? ഇല്ല. ഇല്ല. ഇല്ല വേണ്ട. ഇങ്ങനെ കേട്ടു മാമച്ചൻ മില്ല് കൊടുക്കാൻ പോകുന്നു, ബിസിനസ് കുറവായതുകൊണ്ടെന്ന്. എനിക്കാണെങ്കിൽ ഒരു എഞ്ചിൻ കൂടെ തുറക്കണമെന്നുണ്ട്. തിരക്ക്. അല്ല, ഇപ്പൊ കേട്ടത് നേരാണോന്നില്ല. നേരല്ല. ഇവിടെ ആരും മില്ല് വിൽക്കുന്നില്ല. ഇവിടെ ബിസിനസ്സിലോട്ട് കുറവുമില്ല. അല്ല, കേട്ടു, ചോദിച്ചു. നിങ്ങളതിന് ചൂടാവുന്ന എന്തിനാ? അതെ. വേണേല മുക്കിലിറക്കാം. വേണ്ട. പവിത്ര, ചവിട്ടിയാ കടിക്കാത്ത പാമ്പില്ല. അണ്ണൻ എന്താ ആ നേരത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നോ? ശവത്തെ കുത്തുകയായിരുന്നെന്നും പറഞ്ഞ് അവിടെ വന്നിരുന്ന് ഭയങ്കര ബഹളം. അങ്ങനെ അവിടെ കിടന്ന് വെള്ളം ഉണ്ടാക്കട്ടെ. നീ എന്തിനാ മൈൻഡ് ചെയ്യുന്നേ? നീ എന്റെ സംരക്ഷണ കഴിയുന്നു. അതൊക്കെ ഇവിടെ ഇരുന്ന് പറയാം. അങ്ങേർക്ക് വട്ടളകിയതുപോലെയാ. ഒരു പേനാക്കത്തി നൂത്തുപിടിച്ച് മുൻവശത്തിരിക്കുക. ഇനി ഞാൻ ഈ വണ്ടി കയറുന്ന അറിയുന്ന ദിവസം എല്ലാരെയും കുത്തുമെന്ന് പറഞ്ഞു. അണ്ണനെയും കുത്തു അയാള്. നമുക്കൊരു കാര്യം ചെയ്യാം. വാ. അയ്യോ, ഞാൻ പോണു. കേറുന്നില്ല. അവള് വണ്ടി കേട്ടല്ലോ. കാണുകയല്ല, ഞാൻ സംസാരിച്ചു. എന്നിട്ട് എന്താണ് പറയുന്നത്? ഒന്നും പറയുന്നില്ല. കണ്ടിട്ടും ഒരുമാതിരി വല്ലാണ്ടിരിക്കും. അവളിപ്പോ വീടത്തിൽ കാണുമോ? ഇല്ലല്ലോ. കാണുകയല്ല. മതി. ഭാമേ, ഇതിന്റെ ഡ്രസ്സെല്ലാം എവിടെ? അങ്ങേരെല്ലാം കൂടി എടുത്തു വെച്ച് പൂട്ടി. കത്തിച്ചു കളയെന്ന് പറഞ്ഞിരിക്കുക. അയ്യോ അണ്ണാ. കേറാൻ പറഞ്ഞ കേറിക്കണം. അയ്യോ, ഞാനാ പറയുന്നേ. കേറാ. കുറുപ്പേ, രജിസ്റ്റർ ഓഫീസ് അറിയാമോ? അറിയാം. അങ്ങോട്ട് വിട്. അയ്യോ, എന്തിന്? ആമേ, നീ കണ്ടു. നിനക്ക് അറിഞ്ഞൂടെ എന്നെ? നീ വിചാരിച്ചത് കാശിന്റെ പുഴപ്പുകൊണ്ട് ഞാൻ ഏതാണ്ടോ കാണിക്കുകയെന്ന അല്ലേ? ഇന്ന് 4 മണിക്ക് മുമ്പ് നമ്മൾ ഭാര്യയും ഭർത്താവുമാണ്. പിന്നെ നീ എന്റെ വരുതിയില്ല. എവിടെയെങ്കിലും ഒരു സ്വല്പനേരം നിർത്താവോ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഒന്നെന്തിന്? 9 കാര്യം പറഞ്ഞിട്ട് പോയാണ്.
അങ്ങേരുടെ വിചാരം ആ മൊന്തയും കിണ്ടിയും പോയതോടെയാ ഐശ്വര്യം മുഴുവൻ പോയതെന്നാ. ഒണ്ടേൽ അതങ്ങ് കൊടുക്കന്റെ പൗത്രണ്ണ. എന്റെ ഒരു ആശയം അതങ്ങ് കൊടുക്കണമെന്ന്. അതിനിപ്പോ എവിടിട്ട് കിട്ടാൻ? ഇത്രയൊക്കെ കാര്യങ്ങൾ സാധിക്കാമെങ്കില് ഇതും അണ്ണന് സാധിക്കും. സാധിക്കും. അതെടുത്ത് മോന്തയ്ക്കെറിഞ്ഞ് അങ്ങേരോടും ചേച്ചിയോടും 2 വർത്താനം പറഞ്ഞിട്ട് രജിസ്റ്റർ ഓഫീസിൽ വരണമെന്നാ എന്റെ ആശ. അതെന്റെ മാനത്തിന്റെ കാര്യമാ. കള്ളന്റെ ഭാര്യ എന്ന് ആരും എന്നെ വിളിക്കാൻ ഇടവരരുത്. ഇതെടുത്ത് കൊടുത്തില്ലേ അവരെന്നും അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. റൂം വിടുകയാണ്. ക്ഷേത്രത്തിലോട്ടല്ല. ആ പാത്രം 3 തിരിച്ചെടുത്തു തരാതെ ഞാൻ ദേഹത്ത് ഓടുകയല്ല. സത്യം. ഈ സ്ഥലം നോക്കി വെച്ചു. കൃത്യം 3:30 ഇവിടെ എത്തണം. സന്ധ്യ മയങ്ങുമ്പോ എന്നും അങ്ങോട്ട് വെച്ച് അടിക്കുന്ന കാണാം. വെളുപ്പം കാലത്ത് ഇങ്ങോട്ടും. അവിടെങ്ങാനും പുതിയ ബന്ധം തുടങ്ങി കാണും എന്നാ എല്ലാരും പറയുന്നത്. ഭാവന അറിഞ്ഞോ? അയ്യോ, അറിഞ്ഞാലും അവൾക്കൊന്നുമില്ല. അങ്ങനെ വല്ലോ ഒന്ന് തുടങ്ങിയിരുന്നേൽ എന്റെ പെണ്ണ് രക്ഷപ്പെട്ടു. ഉറക്കാണോ? വാവച്ചേ, സാറ് പറഞ്ഞ് ഉടനെ വിളിച്ചോണ്ട് വരണം. കുറിപ്പേട്ടൻ പൊയ്ക്കോ, ഞാനങ്ങ് വന്നോളാം. അയ്യോ, അത് പറ്റിയല്ല. ഛേ, ഒച്ച വയ്ക്കാതെ ഞാൻ പറയുന്ന കേക്ക്. അണ്ണനോട് പറ, അണ്ണ വാങ്ങിച്ചെന്ന പുടവ എടുത്തോണ്ടേ ഞാൻ വരുവുള്ളൂ എന്ന് പറഞ്ഞു. കേട്ടോ?
മാനം കാത്തു. ഇനി എന്തറിയണം? സാധനം ഇത് തന്നെയാണല്ലോ. അന്ന് മൂന്നേലും എ എം എന്ന് കൊത്തിയിട്ടുണ്ട്. എം നോക്കിയാട്ടെ, എ മാമച്ചൻ എന്നുള്ളതിന്റെ എ എം. എന്ത് പറയുന്നടോ? ഒന്നും പറയുന്നില്ല. ഇതൊരു തുമ്പാണ്. ഇതേ പിടിച്ച് ഞാൻ തെളിയിച്ചോളാം തന്റെ കള്ളപ്പണം.